ഉണ്ടായിട്ടുണ്ട്. ലോകസമാധാനത്തിന് വെല്ലുവിളി ഉയർത്തുന്ന രീതിയിലാണ് സയനിസ്റ്റ് ഭീകരത ആക്രമണം നടത്തിയിട്ടുള്ളത്. അന്താരാഷ്ട്ര നിയമങ്ങളും എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ട് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഒത്താശയോടെ ഇറാനെതിരെ അവർ നടത്തുന്ന ആക്രമണം ഉടനടി നിർത്താൻ ലോകമാകെ ഒന്നിച്ച് ശബ്ദമുയർത്തണം. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര സമൂഹം ഇസ്രയേലിൻ്റെ ആക്രമണം തടയാൻ ഉടൻ ഇടപെടണം. ഇന്ത്യ ഗവൺമെൻറ് പശ്ചിമേഷ്യയിൽ സമാധാനത്തിനും നീതിക്കും വേണ്ടി വ്യക്തമായ നിലപാട് സ്വീകരിക്കണം. ഇസ്രയേലിനെതിരെ ശക്തമായ പ്രതിഷേധസ്വരമുയർത്താനും ഇന്ത്യ തയ്യാറാകണം. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ മടങ്ങിയെത്തുന്ന കേരളീയർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് ഡൽഹി കേരള ഹൗസിലെ റെസിഡന്റ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡൽഹിയിലെത്തുന്ന കേരളീയർക്ക് കേരള ഹൗസിൽ താമസ സൗകര്യം ഒരുക്കുകയും ഇതിനുശേഷം നാട്ടിലേക്ക് വരുന്നതിനുള്ള മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യും. ഇറാനിലെയും ഇസ്രയേലിലെയും സ്ഥിതി ആശങ്കാജനകമായാണ് തുടരുന്നത്. ഈ പശ്ചാത്തലത്തിൽ തിരികെ കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന മലയാളികൾ നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെൻറ്ററിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ പേർ രജിസ്റ്റർ ചെയ്യണം. നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെൻറ്റർ 180042539339. ഇതൊരു ടോൾ ഫ്രീ നമ്പറാണ്. അതേപോലെ തന്നെ അന്താരാഷ്ട്ര മിസ്ഡ് കോൾ +918802012345. ഇവരുടെ വിവരം വിദേശകാര്യ മന്ത്രാലയത്തിനും ഇറാനിലെയും ഇസ്രയേലിലെയും ഇന്ത്യൻ എംബസികൾക്കും കൈമാറുകയും തുടർ നടപടികൾക്ക് വഴിയൊരുക്കുകയും ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയുമാണ് ഇന്ന് നിങ്ങളുടെ ആമുഖമായി പറയാനുള്ളത്. സർക്കാരിൻ്റെ നിലപാടാണ് കൃഷിമന്ത്രി ഗവർണറെ അറിയിച്ചത്. അത് നമുക്ക് വ്യക്തിപരമായി ഓരോരുത്തർക്കും പല ആശയങ്ങളും പല വിശ്വാസങ്ങളും അതിൻ്റെ ഭാഗമായുള്ള നടപടികളും ഉണ്ടായേക്കാം. പക്ഷേ സർക്കാർ പരിപാടി എന്ന് പറയുമ്പോൾ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള പൊതു ബിംബങ്ങൾ മാത്രമേ അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നില വന്നതുകൊണ്ടാണ് അതിനോട് യോജിപ്പില്ല എന്ന് കൃഷിമന്ത്രി രാജ്ഭവനെ അറിയിച്ചത്. അത് പിന്നീട് ഗവർണർക്കും ബോധ്യപ്പെട്ടു എന്നാണ് തോന്നുന്നത്. കാരണം പിന്നീട് അതിലൊരു വിശദീകരണം വന്നത് ഔദ്യോഗിക പരിപാടികളിൽ ഇത്തരത്തിലുള്ള ഒരു ചിഹ്നവും വെക്കില്ല എന്ന് തന്നെ അറിയിക്കുന്ന നില രാജ്ഭവൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അത്തരമൊരു പ്രസ്താവന നൽകുന്നതിനിടയായത് ഈ സ്വീകരിച്ച നടപടിയിൽ എന്തോ അപാകതയുണ്ട് എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കുമല്ലോ. ഏതായാലും സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാണ്. അത് അംഗീകൃത നടപടിക്രമങ്ങളനുസരിച്ച് മാത്രമേ പരിപാടികൾ നടത്താൻ പാടുള്ളൂ. ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ചുള്ള എന്തെങ്കിലും പ്രദർശനം അവിടെ നടത്താൻ പറ്റില്ല. അതാണ് സർക്കാർ അക്കാര്യത്തിൽ സ്വീകരിച്ചുള്ള നിലപാട്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഔദ്യോഗിക പരിപാടിയിൽ രാജ്ഭവൻ പല പരിപാടി ഉണ്ടാവില്ല. അവിടെ ഇപ്പോൾ അദ്ദേഹം കുടുംബപരമായൊരു പരിപാടി നടന്നു, മറ്റേതെങ്കിലും നടന്നു, അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. ഔദ്യോഗിക പരിപാടിയിൽ ഇങ്ങനെയുള്ള ഭാരതാംബയുടേതാണല്ലോ ഇപ്പോൾ വന്നത്.
അങ്ങനെ ഒരു ചിത്രം വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതാണ് നാം കാണേണ്ട ഒരു വിഷയം. ഇവിടെ രാജ്ഭവൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഭരണ കേന്ദ്രമാണ്. അതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നടപടികൾ, അവിടുത്തെ പൊതുവായ പ്രദർശിപ്പിക്കുന്ന വസ്തുക്കൾ, അതിൻ്റെ ചിഹ്നങ്ങൾ, അതെല്ലാം പൊതുവിൽ നമ്മുടെ രാജ്യത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നായിരിക്കണം, ഭരണഘടനാനുസൃതമായിരിക്കണം എന്നർത്ഥം. ഇവിടെ RSS നമ്മുടെ രാജ്യത്ത് കുറേ കാലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, രാജ്ഭവനെ RSSൻ്റെ അജണ്ട നടപ്പാക്കുന്ന ഒരു സ്ഥലമായി മാറ്റാൻ പാടില്ല. മാത്രമല്ല, രാജ്ഭവൻ എന്നത് രാഷ്ട്രീയ പ്രചരണത്തിനുള്ള ഒരു വേദിയായി മാറ്റേണ്ടി ഒന്നുമല്ല. ഇത്തരമൊരു പ്രവണത അത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. അത് അംഗീകരിക്കാൻ കഴിയില്ല. അത്തരമൊരു നിലപാടും സാധാരണഗതിയിൽ അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ചിലർ ചോദിക്കുന്നത്, ഈ ഭാരതാംബയെ അംഗീകരിക്കുന്നതിന് എന്താണ് പ്രയാസം എന്ന് ചിലരിങ്ങനെ ചോദിക്കുന്നുണ്ട്. നമ്മൾ കാണേണ്ടത്, നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഒന്നല്ല ഈ ഭാരതാംബ എന്ന ചിത്രീകരണം. ഈ ഭാരതാംബയുടെ കയ്യിലെ കൊടി അത് RSSൻ്റെ കൊടിയാണെന്ന് പരസ്യമായി ഏകദേശം അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവരും. അത്തരം ഒരു കൊടിയായിട്ടാണല്ലോ ഭാരതാംബയെ മുന്നോട്ടിറക്കിയത്. ഇപ്പോൾ RSSൻ്റെ ചിഹ്നങ്ങളെ RSSകാർ ബഹുമാനിക്കും, അത് ബഹുമാനിച്ചോട്ടെ, അത് ബഹുമാനിക്കണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അതെല്ലാവരും അംഗീകരിച്ചോളണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. അത് RSSൻ്റെ ചിഹ്നം RSSകാർ കൊണ്ടു നടക്കട്ടെ, മറ്റുള്ളവരെല്ലാം അത് അംഗീകരിക്കണമെന്ന നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല. അത്തരമൊരു നിലപാട് സ്വീകരിപ്പിക്കുന്നതിന് രാജ്ഭവനെ ഉപയോഗിക്കാനും പാടില്ല. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ആധാരശിലയാണല്ലോ ഭരണഘടന. ഈ ഭരണഘടനയോട് ഉള്ള RSSൻ്റെ നിലപാട്, സമീപനം, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. 1925 RSS രൂപീകൃതമാകുന്നത്. ആ കാലം നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യസമര പ്രസ്ഥാനം ശക്തിയാർജിച്ച കാലമാണ്. എന്നാൽ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന നിലപാടുകളോട്, അതിൻ്റെ പ്രത്യയശാസ്ത്ര സങ്കല്പങ്ങളോട് തീർത്തും വിയോജിച്ച സംഘടനയായിരുന്നു RSS.